ഷാനു എടുത്തിട്ട് കൊടുത്താനു. രാത്രിയിൽ കള്ളത്തരവില്ല ഷാനു. ഈ ലൈറ്റ് തൂക്കണം. അത് നാച്ചുറൽ ആയിട്ട് ഏതാ ചോറ പിന്നെ അങ്ങനെ ഷാനു നമ്മളെ ട്രിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഷാനു നമ്മളെ വയനാട് ട്രിപ്പ് തിരുവിളയായിട്ടായിരുന്നു. ഇത് നമുക്ക് പൊരിക്കണ്ടേ? വയനാട് ട്രിപ്പ് പൊളിക്കണം, തകർക്കണം. കൈകൊണ്ട് ശരത്തേട്ടാ ഇതെല്ലാം അങ്ങ് വരും. ശരത്തൻ കഴിഞ്ഞ ട്രിപ്പിനുണ്ടായി, ഈ ട്രിപ്പിനുണ്ട്. നമ്മളെല്ലാ ട്രിപ്പിലും ഉണ്ട്. കാണുക, വിജയിപ്പിക്കുക. ഇവരുണ്ടായില്ല കഴിഞ്ഞ ട്രിപ്പിന്. ഷാനുവിന് പറയണ്ടല്ലോ, ഷാനു ഇല്ലാതെ ട്രിപ്പില്ല. കഴിഞ്ഞിട്ട് നീ ഉണ്ടായില്ലല്ലേ? നീ ഉണ്ടായില്ലല്ലേ? ഹരേ ദുബായ് വാല സായി. നല്ല വൃത്തിയിട്ട ലൈറ്റ്. ഇതുണ്ടാ നൂറിൻ, ഇത് നിതീഷ് ഡാൻസറാണ്, പ്രൊഫഷണൽ ഡാൻസറാണ്. നിധി തമ്പാൻ ഞങ്ങൾ നൂറിൽ നിന്നിട്ട് വിളിക്കാം. അവനാതായിട്ട് നമ്മുടെ ട്രിപ്പിനുണ്ട്. എന്തെല്ലാം ചെയ്യുക. ഇത് ഷിജിന പൊന്നു. പൊന്നു ആദ്യമായി നമ്മുടെ ട്രിപ്പിൽ വരികയാണ്. പൊന്നു നോക്കൂ, ചിരിക്കൂ. നോ മെൻഷൻ ഇൻ ദാറ്റ് നെയിം. ഓക്കേ, ഒരിക്കലില്ല നൂറിൻ. അതല്ല ഇത് ലുക്കടാ. ഷാനു ഓക്കെ ബൈ. നമ്മൾ ട്രിപ്പ് പോവുകയാണ്, വയനാട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? വയനാട്. വെരി ഗുഡ്. കോപ്പറേറ്റ് അടിക്കൂ, ഒരു ബൈ അടിക്കും. അപ്പോ വയനാട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാട്ടിൽ ഗേസ് ഇപ്പൊ സമയം ഏതാണ്ട് 1:30 കഴിഞ്ഞിരിക്കുന്നു. 2 മണിയായിരിക്കും പ്രോപ്പർ. നമ്മള് എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മള് വയനാട് പോവാണ് കേട്ടോ. നമ്മള് പണ്ടേ പോയിട്ടുണ്ടേ. ഒരു ഡാൻസർ ഉണ്ട്, അത് നിങ്ങൾക്ക് വല്ല പരിചയം ഉണ്ടാവില്ല. ഞങ്ങൾ ബ്ലോഗിലൊന്നും വരാത്ത ഒരാളുണ്ട്. ഇവിടെ കാണിച്ചുകൊണ്ട് തലയിൽ നോക്കട്ടെ. ഇതാണ് ചിലപ്പോ നേരത്തെ ക്ലിപ്പ് ഇടൂല, അതുകൊണ്ടാണ് നേരത്തെ. നമ്മൾ 2ാമത്തെ പ്രാവശ്യം കേട്ടോ ഈ ടീം വയനാട് വന്നത്. പക്ഷെ ഇവനുണ്ടായില്ല, ഇതോടൊപ്പം ഉണ്ടായില്ല, നൂറിനുണ്ടായില്ല, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 5 വർഷം മുന്നേ വയനാട് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നും കൂടെ പോവാണ്. ഞാനുണ്ട്, വൈഷ്ണവുണ്ട്, ഷാനുണ്ട്, ശരത്തേട്ടൻ കാണുന്നില്ല. അത് കുഴപ്പമില്ല, പിന്നെ ശരത്തേട്ടന്റെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കുക തലയിൽ. പിന്നെ സായ ഉണ്ട് കേട്ടോ. സായ കുറെ നാള് പുറത്തായിരുന്നു, കുവൈത്തിൽ അറബിയുടെ അണ്ടറിലായിരുന്നു. അറബിയുടെ ഒട്ടകത്തിന്റെ പാലൊക്കെ ഇറക്കുന്ന സായായിരുന്നു. സൈമാതയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സായം കൂടിയാണ് ഞങ്ങള്. ഷാനു സൂക്ഷ്മം കണ്ടൊക്കെ നീ ഓടിക്കുന്ന പടം എടാ സൂക്ഷ്മ. ഷാനുവിനൊക്കെ കാണാൻ എത്ര നാളെ അറിയും. നമ്മള് 2 വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് വൈഷ്ണന്റെ സ്വന്തം വണ്ടിയാണ്, പിന്നെ ഒന്ന് നമ്മള് റെന്റിന് എടുത്തു. പിന്നെ റെന്റിന് എടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളതിൽ വേറെ വണ്ടി ഉണ്ടായില്ല, അതുകൊണ്ടാണ്. നീ അതേതില്ലേ ആ ഒരു ഇത് നോക്കിയാ, നീ ബ്ലാക്കും ആ ഷെയ്ഡും നല്ല രസമില്ലേ? നമ്മള് വയനാട് ഇവിടുന്ന് പറഞ്ഞു പ്രോപ്പർ. അത് നമ്മൾ ഇപ്പൊ നിലവിലുള്ളത് കണ്ണപുരത്താട്ടോ. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണപുരം സ്ഥലത്താണ് നമ്മളുള്ളത്. അഞ്ചമ്പുടിയ സായുടെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ ഇന്ന് വൈകുന്നേരം എല്ലാവരും എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. താങ്കളുടെ വണ്ടിയിൽ കയറിപ്പോ, ഇവിടെ എന്റെ സീറ്റാണ്. ലൈറ്റ് ഇട്ട് നമ്മൾ രാവിലെ കുറുമ്പലക്കോട്ട പിടിക്കണം, അതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പൊ ഇവിടെ 130 എന്നെ കൊണ്ടിട്ട് ശല്യമല്ല. വ്ളോഗ് എടുക്കാൻ സമയം ഞാൻ യൂട്യൂബ് പക്ഷെ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. അത് ഭയങ്കര വൃത്തിയായിട്ട് ക്ലിക്കായി പോയി. എടാ അത് പിന്നെ വ്ളോഗ് എടുത്തന്നെ വ്ളോഗ് എടുത്ത് തന്നെ പറയാൻ മതി. നിനക്കും തരൂടാ കുട്ടാ നീ, പക്ഷെ എനിക്ക് തരണം ഇതിട്ടിട്ട്. എടാ സായി ക്യാമറ എടുത്തിച്ചാ? ക്യാമറ ഇത് തരാം, പക്ഷെ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോയിൽ എന്നെ ടാഗ് ചെയ്യരുത്. എന്താ?
നീ ആരും അടിച്ചു കൊണ്ടതാണ് അല്ല ഇത് രേവു എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്നാണ്. എന്നാ കുട്ടീനെ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇതാ പൊന്നപ്പനുണ്ട് കേട്ടോ, നമ്മളെ പൊന്നപ്പൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഇത് നമ്മളെ കൂടെ. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേരെ മിസ്സായിട്ടുമുണ്ട്. അത് ഞാൻ ആരാണെന്ന് പറയാം ഗ്യാസ്. ഇത് പൊന്നപ്പൻ്റെ ഉപ്പായിട്ട് ഇതിലിങ്ങനെ നെക്കിയാലൊക്കെ വെള്ളം വരും കേട്ടോ. കാരണം ഇങ്ങനെ പൈപ്പെല്ലാം വരും. ഇത് ഭയങ്കര സെറ്റപ്പുള്ള സാധനമാണ്. ഇതിന് എത്രയെന്ന് വെച്ചാൽ നല്ല പൈസ, 49 റുപ്യ അല്ല എന്നാ. ഏതാടാ സ്ഥലം ഇതെല്ലാം? പേരാവൂർ എത്തി കേട്ടാ. പേരാവൂർ തെരുന്നൊരു സ്ഥലമാണ്. പേരാവൂർ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ആവണുണ്ട് ഗൈസ്. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇതാ ഇവിടെ ആട്ടോ സ്റ്റോപ്പ് ചെയ്തത്. ഒന്ന് മൂത്രമൊഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരിവിടെ ചവിട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന വഴിക്കൊക്കെ വീടും അമ്പലങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. ഇപ്പോഴാണ് പൊന്നകത്തത് കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ എല്ലാവരും ചെറിയ ആൾ ചെറുതായിട്ട് സൈഡൊക്കെ ആവുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഞങ്ങളെത്ര 10-30 കിലോമീറ്റർ വന്നിട്ടു. അത്ര വന്നില്ലൂടാ, ഒരു 30 കിലോമീറ്റർ ഒന്നും വന്നിട്ടില്ലൂ. ഓണല്ലേ, ഓണല്ലാണ്ട് നമ്മ പാട്ടിൽ വെച്ച് സെറ്റായി. അവൻ കടന്നിട്ടില്ല, അവൻ മാപ്പിന്റെ ആളാണ്. പാട്ട് വെച്ചാ ഏത് പാട്ടെല്ലാം ഏത് പാട്ട് വെക്കും നിങ്ങള്? കാറ്റാടി തണലു 45 വേണം. 45 തൂക്കലപ്പ നമ്മള് റേഡിയോ അല്ലാതെ വെക്കുന്നത്. ക്രാക്കഡ് പിന്നെ കിട്ടിയാ ഷാൻ? അത് ഷാൻ ഇങ്ങനെയല്ല ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കല്ല. ഓണ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. തെറ്റാണോ? അങ്ങനെ ഇരിക്കുന്നത് തെറ്റാ. അന്ന് അങ്ങനെ ഇരുന്നോ? എന്താ കുഴപ്പമില്ല. അത് എടുത്തോടാ. പൊന്നപ്പൻ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ ഉറങ്ങിയ ക്ഷീണം. ഗേസ് നമ്മളങ്ങനെ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ഗേസ് നമ്മൾ പാൽച്ചുരം കയറി മുകളിലെത്തി. ഷാനു എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ അനുഭവം? നല്ലൊരു അനുഭവമായിരുന്നു. ഇതിനടുത്ത് അടുത്താള് എന്തുവാ ഇവിടെ നടക്കുന്നേ? നമ്മളെത്തി ഊട്ടിയിലെത്തി. ഊട്ടിയല്ലടാ ഇത് കടയൊക്കെ. രാവിലെ ട്രക്കിങ്. രാവിലെ മുട്ടയും ബ്രെഡും. ഇതൊക്കെ ആരെയും കഴിക്കോ? മുട്ടയും ബ്രെഡും അത്ര മതി. ബ്രെഡ് ഓംലെറ്റ് അല്ല സായി. ഈ രാവിലെ എല്ലാം ഇങ്ങനെ കഴിക്കുന്നതല്ല ഷായി. എല്ലാം മേടിച്ചു. ഞാനും സായി മാത്രം. ഞങ്ങള് മാത്രം. അതന്നെ ഇത് മനുഷ്യരല്ലേ ഇവരെല്ലാം. രാവിലെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക? നമ്മൾ രണ്ടുപേരും മാത്രം, ബാക്കി എല്ലാവരും കേട്ടീന് ബ്രെഡ് ഓംലെറ്റ്. നമുക്ക് ചായ മാത്രം മതില്ല. അത്രേ ഉള്ളൂ. ശരത് ബസ് വെച്ചിരിക്കുന്നത് മുട്ട കിട്ടിയില്ല. വിഷമൊന്നുമില്ല എനിക്ക്. എന്തുണ്ട് വിഷമോ? സത്യം എന്തോ ഒരു ഒന്നുമില്ലല്ലോ. ഉറപ്പല്ല വിഷമൊന്നുമില്ല. പക്ഷെ അടക്ക് നെഞ്ച് ഇടിക്കാത്. ഞാൻ നോക്കിയ ആറ്റിട്ട് പിടിച്ചാ ആറ്റിട്ട് പിടിച്ച് ഒരു ഷോട്ട് നമ്മളെ ചെക്കൻ ഇവിടെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ. അവന് ഫുഡ് എടുത്ത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തോണ്ട് കേട്ടാ. നല്ല വലിപ്പുണ്ടല്ലോ. ഇതെല്ലാം നാടൻ ബ്രീഡ് തന്നെ അല്ലേ? എടാ ഒരു ബസ് വരുന്നുണ്ട്, മാറി. നമ്മള് കുറുമ്പലക്കോട്ട കയറിക്കൊണ്ട് കേട്ടോ. സമയം ഇപ്പം 5:30. വെളിച്ചം വന്നില്ല, വെളിച്ചം വരാമുണ്ടോ? എല്ലാവരും ഉണ്ടേ കാണിച്ചുതരാം. ഇവിടെ ഒരു പോസ്റ്റിൻ്റെ ലൈറ്റ് വന്നു. അങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് വെച്ചാ. പക്ഷെ ലൈറ്റ് കിട്ടിയപ്പോൾ ഇതാ അയ്യോ കോപ്പറേറ്റ് ചെയ്തല്ലോ. കുഴപ്പമില്ല, കോപ്പറേറ്റ് ലൈറ്റ്. ഷാനു വ്ളോഗടാ. ഷാനു എടാ ഷാനു. അയ്യോ അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം മുകളിലെത്താനിരിക്കുവാണ്. അയ്യോ ലൈറ്റ് വന്നു നല്ലപോലെ
നല്ലപോലെ വെളിച്ച വന്നു. ഓ വൈബ് കൊള്ളാം. ഷോർട്ട് വഴിയാ. ഞങ്ങളങ്ങനെ കേറി. അപ്പാപ്പൻ മോനെ അപ്പാപ്പനെ കൊണ്ടത് പാടാ പോലെ. ഷാനു നോക്കിയ ഷാനു ഫുൾ ട്രെക്കിംഗ് വൈബിലാണേ. ഷാനുവിന്റെ എന്റെ ചെരുപ്പല്ല ഓൾമോസ്റ്റ് സെയിം പോലെ അല്ലേ? കറക്റ്റ്. അങ്ങനെ ഏറ്റവും ഫസ്റ്റ് എത്തിയത് പൊന്നു വന്നിട്ടാ. എന്ത് സ്പീഡാ നടത്തുമല്ലപ്പാ. പൊന്നടക്കന്ന പ്രേതം പോലെ തന്നെ ഉണ്ട് കേട്ടോ. നടക്ക് അങ്ങ് നടക്ക്. ഒരിക്കലും ഇല്ല. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കിൽ വരുന്നവർക്ക് സുഖമായിട്ട് ബൈക്കിൽ വരാൻ പറ്റും. പിന്നെ കാറൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ കാറിൻ്റെ ബ്രേക്ക് പാഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് സീൻ. കാരണം നല്ല കയറ്റമാണ്, ടയറും തേയും. മെനകെട്ട റോഡെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം മോശമാണ്. ഇവരുടെ സെറ്റല്ലേ നമ്മളെത്തിയിരിക്കുന്നു. യാസ് പിന്നെ നമ്മളെത്തിയിരിക്കുന്നു, നമ്മൾ കീഴടക്കിയിരിക്കുന്നു മുത്തശ്ശി. യെസ് യെസ് യെസ്. അങ്ങനെ കണ്ണൂരും കാസർഗോഡും കണ്ടുവരുത്തുന്നു നമ്മൾ കുറുമ്പലക്കോട്ടയുടെ അറ്റത്തേക്ക്. ഇതാണ് ട്രോഫി. ഗേസ് നമ്മൾ എത്തിയിരിക്കുന്നു. ഗേസ് ഒരു കിടിലൻ കാഴ്ച കാണിച്ചു തരാം. ഒരു കിടിലൻ കാഴ്ച. സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരാട്ടോ. ഇവിടെ ചന്ദ്രൻ. എടാ ഇത് കണ്ടിട്ടില്ലല്ലോ ഒരു സമയം. എടാ ശരത്തരാ, അപ്പൊ ഇവിടെ എന്തോ പണിയുന്നുണ്ട്. ആ ബംഗാളുണ്ട്. ചോട്ടു ഭായി ചോട്ടു क्या करता है इधर तुम बोला. അയ്യോ ഷാനു വൈബാസ് കേട്ടാ. ഗസ് ഇതൊരു അന്യായ കാഴ്ച കേട്ടോ. എന്താ ഭംഗി. അയ്യവാ ഇങ്ങനെ അതായത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അത് ഇത് ഉയർന്ന കേട്ടോ. ഒരു മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ഏറ്റവും താഴേന്ന് അത് മുകളിലേക്ക് വന്നിട്ട് ഇപ്പൊ തെളിഞ്ഞേക്കണ്. ഇപ്പൊ കിട്ടില്ല ഗേസ്. അങ്ങനെ കുറുമ്പലക്കോട്ടയുടെ ക്ലൗഡ് ബെഡ് കാണുന്ന കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കണം ഗേസ് സാക്ഷാൽ കുറുമ്പലക്കോട്ടയിലേക്ക്. ഇതേ ഗേസ് കാണാം. ഞാൻ ഇതില് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ മനസ്സിലായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു തിരക്കുമില്ല, ഞങ്ങൾ മാത്രം എന്ന് പറയാല്ല. കുറച്ച് പേരുണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഒരു 10-15 പേരൊക്കെ ഉള്ളൂ അല്ലേ. അടിപൊളി ഗേസ്. ഞാൻ ഇത് കാണിച്ചു തരാം. കിട്ടില്ല വ്യൂ. ഗേസ് അവിടെ ചായക്കട ഉണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. ചായ ഉണ്ടോ നോക്കാം. ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കുന്നതാണ്. അതെ ഗേസ്. ഇവിടെ ഒരു വേസ്റ്റ് ഇടുന്ന പരിപാടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് വേസ്റ്റ് ഒന്നും ആരും എടുക്കാറില്ല തോന്നുന്നുണ്ട്. ഇതത് ഫുള്ളായിട്ടുണ്ടല്ലോ. ഇതാ ഹൈദരാബാദ് ശ്രീനെ മിസ് എന്ന് പറഞ്ഞത്. കണ്ട നിങ്ങളെ മിസ് ചെയ്യുന്നില്ലേ? കഴിഞ്ഞ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു പറഞ്ഞു. കൈ കൊടുക്ക. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിരിക്കും. എല്ലാരും അഭിനയാന്ന്. സായി ഹരിദിന് ശ്രീ നമ്മൾ മിസ് ചെയ്യണല്ലേ? മിസ് ചെയ്തില്ലേ? ലൈവ് അത്. ഇതെന്താ എക്സ്പ്രഷൻ എന്ന് മനസ്സിലായില്ല. എന്തൊക്കെ പറ മിസ് ചെയ്ത് ഇങ്ങനെ ആക്കിയാ മതി. ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കടാ. ഓക്കെ മിസ് ചെയ്യും. ശരത്തേടാ അവര് മിസ് ചെയ്യല്ലായിരുന്നു നമ്മള്. ഒന്നും കൂടെ പറഞ്ഞേ. കേട്ടില്ല. ഒന്നും കൂടെ എന്താ പറയട്ടെ. ആ എനിക്ക് കിട്ടിയ ആളാ. ഞാൻ ഒരു 2 മിനിറ്റാണ് ആക്കിയത്. പിന്നെ പാറൂലേ?
കടിച്ചേക്കണ നാണക്കടാന്ന് തൂറി മെഴുകും ഞാൻ പ്ലീസ്. രണ്ടു കേക്ക് എക്സ്ട്രാ തരാം, പക്ഷെ നാട്ടിക്കരുത്. അപ്പൊ വേഗം ബില്യം കയറും. പിന്നെ നമ്മളെ ട്രിപ്പിന് 2 പേരുടെ ഷോട്ട് ഉണ്ട്. ഒന്ന് ശ്രീയും ഒന്ന് ഹരിതു. അവരെ ഞങ്ങൾ മിസ് ചെയ്യും. ഹരിതു, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫ്രീ പൈസ എൻ്റെ അക്കൗണ്ടിൽ കഴിച്ചേക്ക്. അവരും കൊണ്ട് വൈബ് ചെയ്യാനാട്ടാ. നല്ല ചായയും അല്ലേ, നല്ല ചൂട് പോകുന്നില്ല. അങ്ങനെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങള് അല്ലല്ല ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ. ഇത് ഇനി എടാ മെമ്മറീസ് വേണ്ട നമുക്ക്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. എടാ ഇത് ഇനി നമുക്ക് നമ്മൾ ആയുധം പുറത്തെടുക്കാം. നമ്മൾ ക്യാമറ എടുത്തിട്ടുണ്ട് കേട്ടോ സായിടെ. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. ഓക്കെ ബൈ ഗൈസ്. അതിനിടയ്ക്ക് സീരിയസ് ആയാണ് അതിന് പവർ ഉണ്ട് സത്യം. ഞാൻ നിന്റെ താമസിക്കതല്ല. ഒന്നുകൂടെ അല്ല ഒന്നുകൂടെ പറ പ്ലീസ്. എന്ത് അതാണ് എന്താ അത് ശരിക്കും തോന്നിയാടാ, ശരിക്കും നല്ല തണുത്ത കുടിക്കാൻ വേറെ വൈബ്. ഞാൻ ഒരു പട്ടി ഫാം കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പട്ടി side.com. ഇല്ലടാ ഞാൻ ഇവനായിരിക്കും ഒരുമിച്ച് കൊടുക്കണം. പണിക്ക് ഒരാളെ നിർത്തുന്നുണ്ട്. ഹൈ സാലറി വിത്ത് ബിസ്ക്കറ്റ്. അപ്പൊ ഏത് ഇത് ആദ്യം ചോദിച്ചു റോബോട്ടിക് എന്ന് പറഞ്ഞാൽ മതിട്ടാ. ഭീഷ്മരെടുത്ത സാധനം ഫൈറ്റിംഗ് ആണ്. യെസ്, അത് നല്ല രസമായിരുന്നു. എല്ലാം ഉണ്ട്. ഇത് വൈറലുണ്ട്. ഇത് ഫസ്റ്റ് ഡേ അല്ലാണ്ട് അതിലോട്ട് കാണുന്നല്ലോ ഉണ്ട്. കണ്ടിട്ട് കാര്യമില്ല. ഷാനൂര് വീട്ടിൽ പോണ മോനെ ബക്കോ അവിടെ സിംബയാ. സിംബ എടാ എന്താ നിന്റെ പേര്? മാധവൻ കുട്ടീന്നാ? കൃഷ്ണൻകുട്ടി. അതേതാ സാധനം? ചിച്ചിരുന്നാ ഷോമൻ. ഒരു സാധനം ഇട്ട് സായി ഇവ വിജയിക്കണ്ടാവോ? ഏന്നാ ഞാൻ വല്ല മെയിൻ സംഭവം തന്നെ ഇവിടെ എല്ലാരും. അങ്ങനെ സായി ഒരു കേക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നു. ഇഷ്ടപ്പെട്ട അവന്റെ മേത്ത് ചെള്ള കൊണ്ടുവരാ. ഇത് ഇവിടുത്തെ ഡോഗ് തന്നെ ഇരിക്കും. ആ ഇരിക്ക സീറ്റ്. അപ്പാ ഏത് വൈബ്, പൊളി വൈബ്. അവിടെ എന്താ പറഞ്ഞത്? ഹോർലിക്സാ? എനക്കും ഹോർലിക്സ് മതി. ഷാൻ എന്താ പറയുന്നത്? ചൂടുവെള്ള പച്ചവെള്ളം. പാലും വെള്ളം. നീയല്ലേ ജേസി ഇവിടെ ഒരു കാട്ട ഉണ്ട് കേട്ടോ. ഇവിടെ ഹോർലിക്സിന്റെ ചായന്റെ കട്ട ചായന്റെ എല്ലാം ഉണ്ട്. ഞാനൊരു ട്രോൾ ഇടുന്നു എനിക്ക് കാണിക്കടാ, കാണിച്ചടാ. ഞാൻ ഊക്ക് ഞാൻ ട്രോളില് മോനെ നീ വ്ളോഗ് കാണട്ടെ. കൊറേ പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ട് നീ വീഡിയോ. നിധി തമ്മാൻ ബ്ലോഗ്സ് ആണല്ലേ? അവൻ പണ്ടേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് തമ്മിലൊരു ബന്ധമില്ല. ചെയ്യും ഓക്കെ. സംഭവം കാണാം. പൊന്നു ഉണ്ട്, പൊന്നു സ്നേഹമാണ്. പൊന്നിന്റെ വീട്ടിലെ 4-5 രോഗം എത്ര ഇപ്പൊ 5 പ്രസവിച്ചു. അപ്പൊ 8 രോഗമുണ്ട്. പൊന്നു ചിലപ്പോ വണ്ടിയിൽ സ്പേസ് എനിക്ക് ഇതിനും കൊണ്ടുപോകും അല്ലേ? എടാ ഒന്ന് വാശാനു, നീ അതിന്റെ ഇടയ്ക്ക് പുല്ല് വരയ്ക്ക. നീ എന്താ ആടാ പോയെന്ന് വേഗം നൈറ്റിന്റെ 2 തൊപ്പി പുച്ചടാ. ഒറിജിനൽ ചേട്ടൻ കൊണ്ട് നടക്കും. എടാ നിക്കണവിടാ, ഒന്ന് പോയ പെണ്ണെ. ഒന്ന് ഞാൻ വരുന്നേ സെറ്റ് ആക്കിയല്ലോ.
പോ ഞാൻ നിർത്താം നിങ്ങളെല്ലാവരും. ഷർത്തണ് റൈറ്റ് സൈഡ്, നൂറിന് ഈ ലെഫ്റ്റ് സൈഡ് വേണം. എന്നിട്ട് സായിക്ക് പൊന്നവിടെ സായിഡ് വൈശുണ്ട് നടുവിലെന്നേ. ഓക്കെ ഞാൻ ഇപ്പുറത്തേക്കാം സൈഡ് എടുത്ത്. ഓക്കെ ഷാനു പറയണേ. ശ്രീനിയും ഹരിതിനെ വി ആർ മിസ് യു കേസ് പറഞ്ഞോ. ശ്രീനിയും ഹരിതിനെ മിസ് ചെയ്യുന്ന പറ. എടാ അവരെ മിസ് ചെയ്ത് നമ്മള് ഹരിതുവിനെയും ശ്രീനിയും പറഞ്ഞു പറ. എന്താണ് ഇത് അഭിനയിച്ചിട്ട്? അഭിനയിച്ചിട്ടല്ല, ഇത് ഞാൻ ഫുൾ ഇടൂല, കട്ട് മാത്രം. അവരറിയണ്ടേ ഞാൻ പറഞ്ഞടുപ്പിച്ചത്. നീ പറ നാച്ചുറൽ പോയായിരുന്നു എടാ നാച്ചുറലായിട്ട് പറ പട്ടി. എടാ നാച്ചുറലായിട്ട് പറ. എടാ വിഷമാവും അവർക്ക്, സത്യം പറ. ഷാൻ നീ ഇങ്ങനെ ചെയ്യരുതടാ. ഷാത്തടാ സായി പൈസ കൊടുത്ത ഇത്. എടാ ഷാൻ അവർക്ക് വിഷമം, സത്യം പറയാം. ഞാനത് കട്ടില്ല, നോർമലായിട്ട് പറഞ്ഞാൽ മതിയാ. ശ്രീനി ഹരിതിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അല്ലേ അവരും കൂടെ ഉണ്ടായിരുന്ന ട്രിപ്പ് പോയി പോയല്ലേ. നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് രണ്ടാക്കുന്നത്. ഇന്ന് ചെയ്യാന്ന് പറയാം. ഒരുത്തിയാണെങ്കിൽ മറ്റേ കൊയ്ത്തല്ല ദുബായില്. കാണിച്ചു കൊടുക്കും. എന്റെ മോനെ വൈവിധോ. ഞാനെന്തില്ല ഭയങ്കര പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്താ. രാവിലെ തന്നെ ഒരു സൂര്യോദയം, പിന്നെയുള്ള ഒരു വൈബ് കിട്ടണമെന്ന്. ഇനി എന്തറിയോ, ഇനി ലോഡ്ജിൽ പോയിട്ട് ഉറക്കാം. ഇനി ഇഡലിയും ചമ്മന്തി കൂട്ടി ഉറക്കാം. അതെല്ലാം ഉണ്ട്. ഇല്ലടാ പോകുന്ന സ്ഥലമാണ്, പക്ഷെ ഇനി കുറച്ച് കിലോമീറ്റർ കൊണ്ട് പോകാൻ. ഇതായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ വരുന്ന വഴിക്ക് വൈത്തിരി. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം പറയാം. അല്ലെങ്കിൽ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് അവിടെ. ഭയങ്കര ഇത് ഇന്നിപ്പോ നമുക്ക് നല്ലായി. ഒരു മനുഷ്യ കുഞ്ഞില്ല. ഇതെല്ലാം എന്ത് തിരക്കന്നെ ഇത്. ഒരു ബസ്സിനുള്ള ആളില്ലല്ലോ ഇവിടെ. ഷാനും ഇല്ലാതെ എന്ത് ട്രിപ്പ്? ഷാനും ഇല്ലെങ്കിൽ വൈബ് ആവും ട്രിപ്പ്. ഷാന് കാർ കിടന്ന് ആടുന്ന് ഉറങ്ങിയെങ്കിലും പക്ഷെ ഈ വൈബിനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇതൊരു നല്ല വൈബാണ്. ഈ വൈബിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു വൈബാണ്. എന്നിട്ട് സൂര്യൻ ഉദിക്കാറുണ്ട്, അസ്തമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എടാ ഞാൻ എങ്ങനെയുണ്ട് വൈബല്ലേ? അതല്ല വൈബ്, ഒറ്റ വൈബ്, ഒറ്റ മൈൻഡില് ഒറ്റ വൈബ്. നീയാട് ഇവരോട് ഇത് പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ 3 കോമഡി ഓ സീരിയസ് വന്നപ്പോ ഭയങ്കര മൂഡിലിരിക്കണേ. പിന്നെ അങ്ങോട്ട് തന്നെ അടിപൊളിയല്ലേ? ശ്രീനോട് പറ ഇവിടെ അടിപൊളിയാണ്. പറ പറ. ശ്രീനോട് പറ ബ്ലോഗിൽ. ഞാൻ ബ്ലോഗ് ക്ലിപ്പ് ഇടും. പക്ഷെ ഇതൊരു മിസ്സാണ് കേട്ടോ. ഇവിടെ പറഞ്ഞ ഇത് കാണാണ്ടാണ്. എപ്പോഴെങ്കിലും പറഞ്ഞ പറ ശ്രീനോടാ. മച്ചാ നിന്റെ കാലിന്റെ വേദനയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷെ ഇതൊരു ഇതന്നെ. ഷാന് പറഞ്ഞ് ശ്രീ വന്നിരുന്നേക്ക് എടുത്ത് കയറ്റിയത്. ഇത് ഭയങ്കര ഒരു ബീപ്പിടാ ഇത് നഷ്ടമാണ്. അല്ല വൈബല്ലേ? തന്നെ ഇതായി പോയി അല്ലേ? വാ സൂപ്പറാ സൂപ്പർ അല്ലേ? ഇങ്ങനെ ഇതെല്ലാം നീ പഠിക്കും. ഷാനു കിട്ടുന്ന ഷോട്ട് ഉണ്ട്. എല്ലാ ട്രിപ്പിലും ഈ ഷോട്ട് മസ്റ്റ്. അത് മസ്റ്റ്. അത് ഷാൻ നിക്കടാ. ഷാൻ ഇത് കിട്ടില്ല കേട്ടോ. ക്യാമറ കിട്ടില്ലാണ്. വൈഡ് കിട്ടി നല്ല തൂഫാൻ.
തുടങ്ങിയുള്ളൂ. എടാ ഇത് കാപ്പിയുടെ പൂവാട്ടാ, നല്ല സ്മെല്ലാണ് നോട്. എൻ്റെ മോനെ കിട്ടില്ല, പക്ഷെ ഇത് നല്ല ഉണ്ടായിരുന്നു ഫസ്റ്റ്. നല്ല സ്മെല്ലാട്ടോ കാപ്പിയുടെ പൂവിന്, നല്ല ഫ്രഷ് സാധനം, നല്ല തണുത്തിരിക്കണം. ഇതാ ഫ്രണ്ടിൽ പോയിട്ടോ വൈഷ്ണവ് പ്ലസ് ഷാനു ശരത്തനൊക്കെ മുമ്പിൽ നടന്നു പോയി. ഇനി ഫുള്ള് ഇറക്കമാണ് കേസ്, ഒരു കയറ്റം പോലില്ല, ഫുള്ള് ഇറക്കാം. ഞങ്ങൾ ഇറങ്ങട്ടോ, ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് കാണാം. ഫോണിൽ ചാർജൊന്നുമില്ല കേസ്, ഞാൻ ഷാനുവിൻ്റെ ഫോണിലാണ് ഫുള്ള്, അവൻ്റെ ഐഫോണാണ്, അതിലാണ് എല്ലാം എടുത്തത് വിഷ്വൽസ്. നമ്മൾ തിരിച്ചിറങ്ങിയത് ഈ വഴി കൂടെ കേട്ടോ. ഇവിടെ ഒരു കാപ്പിത്തോട്ടമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. നമ്മൾ നേരത്തെ കറങ്ങി വന്നിട്ടാ, പക്ഷെ പോകുമ്പോൾ ഇത് കൂടെ വരാൻ പറ്റില്ല, ഇരുട്ടത്ത് നമ്മൾ കയറിയത്. വരുമ്പോൾ മാത്രമേ കയറാം, അത്രേ ഉള്ളൂ. അതില് വഴി ഉണ്ടായില്ലടാ, പാത ഉണ്ടായില്ല, ഇതില് പാത. ഇതിപ്പോ ലാഭം കേട്ടോ. ആ ഷാനും വൈഷ്ണവും ഫ്രണ്ട് കൂടെ പോയിട്ടുണ്ട്, സായും പൊന്നു വരുന്നുണ്ട്. അനങ്ങി ആ പൊന്നു അനങ്ങി വരുന്നോണ്ട് ആ സായ കൂടെ നിൽക്കണ്, പിടിച്ചോട്ടാ ചെട്ടി. ഹായ് ചക്ക ജയ്സ്. അങ്ങനെ നമ്മള് കുറുമ്പലക്കോട്ട താഴെ എത്തി കേട്ടോ. ഇതായിരുന്നു കുറുമ്പലക്കോട്ട താഴെ പാർക്കിംഗ് ഏരിയ പൈസ കൊടുക്കണം കേട്ടോ, പെയ്ഡാണ്. അതായത് ഒരു വണ്ടിക്ക് 40 രൂപ വെച്ചിട്ട് 2 വണ്ടിക്ക് 80 രൂപ. ഞങ്ങളിവിടെ പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് നൈറ്റ് വേഗം എത്തി, 2 മണിക്ക് വന്ന് എത്തിയിട്ട്. അപ്പോൾ ഇവിടെ കടുവ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടുന്ന് പേടിച്ചിട്ട് ഇവിടുന്ന് അന്ന് തന്നെ ഞങ്ങൾ ഊട്ടിക്ക് നേരെ ഇവിടുന്ന് പോയി. അത് വലിയ കഥ ഇത് കേസ്. ഇതാട്ടോ നമ്മളെ വണ്ടി ഞാൻ കാണിച്ചത്. ഇതാണ് വണ്ടി, ഒന്ന് ബലനോ ഒന്ന് ആൾട്ടിട്ടുണ്ട്. ബലനോ നമ്മൾ വാടക എടുത്താണ് കേട്ടോ 2 ദിവസത്തേക്ക്. പുതിയ വണ്ടിയാണ് ഇത്, വൈഷ്ണവിൻ്റെ വണ്ടി. എല്ലാവരും ടയേർഡായിരിക്കണം, ടയേർഡായി